നമസ്കാരം. STV ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. പട്ടാമ്പിയിൽ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ സ്വകാര്യ ബസ്സിലിടിച്ച് അപകടം, വിദ്യാർത്ഥിനിക്ക് പരിക്ക്. അപകടമുണ്ടായത് പട്ടാമ്പി പോലീസ് സ്റ്റേഷന് സമീപം ഇന്നു രാവിലെ. വന്ദേ ഭാരത് ഷൊർണൂരിൽ കുടുങ്ങിയത് ബ്രേക്കിംഗ് കൺട്രോൾ യൂണിറ്റിലെ സാങ്കേതിക തകരാറ് മൂലം. 3 മണിക്കൂറോളം ഷൊർണൂരിൽ കുടുങ്ങിയ എക്സ്പ്രസ് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്ര പുനരാരംഭിച്ചത് രാത്രി 8:40-ന്. യാത്രക്കാരെ ഇന്റർസിറ്റിയിൽ കയറ്റിവിടാൻ ആലോചനയുണ്ടായത് പ്രതിഷേധത്തിനിടയാക്കി. വടക്കാഞ്ചേരി മച്ചാട് വനം റേഞ്ചുകളിൽ വൈദ്യുതിക്കണി ഉപയോഗിച്ച് നടത്തുന്ന വന്യജീവി വേട്ടയ്ക്കെതിരെ പരിസ്ഥിതി സംഘടന ജനനി. വൈദ്യുതിക്കണിയിൽ കുടുങ്ങി ഈ മേഖലയിൽ കഴിഞ്ഞ ഏതാനും വർഷത്തിനിടെ പൊലിഞ്ഞത് 7 മനുഷ്യജീവനുകൾ. കാട്ടുപന്നികളെ മാത്രമല്ല മറ്റ് വന്യമൃഗങ്ങളെയും ഇറച്ചിക്കായി ഈ മേഖലയിൽ വേട്ടയാടുന്നുണ്ടെന്നും ജനനി ഭാരവാഹികൾ. വയോജന കമ്മീഷൻ രൂപീകരണ ഓർഡിനൻസ് പുറപ്പെടുവിച്ച സംസ്ഥാന സർക്കാരിന് അഭിവാദ്യവുമായി സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട് വെൽഫെയർ അസോസിയേഷൻ. മുതിർന്ന പൗരന്മാരുടെ ക്ഷേമം ഉറപ്പാക്കാനുള്ള ഇത്തരമൊരു നടപടി രാജ്യത്താദ്യമെന്ന് ഭാരവാഹികൾ. ഷൊർണൂരിൽ ഉൾപ്പെടെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രകടനവും പൊതുയോഗവും. പാലക്കാട് ജില്ലാ വിദ്യാരംഗം സർഗോത്സവത്തിന് വാടാനംകുറിശി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കം. സർഗോത്സവത്തിൽ പങ്കെടുക്കുന്നത് 12 ഉപജില്ലകളിൽ നിന്നായി 370ഓളം വിദ്യാർത്ഥികൾ. സമാപനം നാളെ. പട്ടാമ്പിയിൽ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ സ്വകാര്യ ബസ്സിലേക്ക് പാഞ്ഞു കയറിയ അപകടം, വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു. മേലെ പട്ടാമ്പി പോലീസ് സ്റ്റേഷനു സമീപം വ്യാഴാഴ്ച രാവിലെയായിരുന്നു അപകടം നടന്നത്. വ്യാഴാഴ്ച രാവിലെ മേലെ പട്ടാമ്പി പോലീസ് സ്റ്റേഷനു സമീപത്തെ ബസ് സ്റ്റോപ്പിലാണ് സംഭവം. വളാഞ്ചേരിയിൽ നിന്നും പട്ടാമ്പിയിലേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ് സ്റ്റോപ്പിൽ നിർത്തി ആളെ ഇറക്കുന്നതിനിടയിൽ പാലക്കാട് നിന്നും പലവ്യഞ്ജനങ്ങളുമായി വരികയായിരുന്ന പെട്ടി ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് ബസിന്റെ ഇടതുഭാഗത്തെ ഫുട്പാത്തിലൂടെ സഞ്ചരിച്ച് മുന്നിലെ വാതിലിന്റെ ഭാഗത്തേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഈ സമയം ബസ്സിൽ നിന്നും ഇറങ്ങുന്ന വിദ്യാർത്ഥിനിക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ വിദ്യാർത്ഥിനിയെ പട്ടാമ്പി സർക്കാർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വന്ദേ ഭാരത് എക്സ്പ്രസ് 3 മണിക്കൂറോളം ഷൊർണൂരിൽ കുടുങ്ങിയത് ബ്രേക്കിംഗ് കൺട്രോൾ യൂണിറ്റിലെ സാങ്കേതിക തകരാർ മൂലം. ഇന്നലെ വൈകിട്ട് 5:30 ഷൊർണൂരിൽ നിന്ന് പുറപ്പെടേണ്ട ട്രെയിൻ സാധാരണ ഇലക്ട്രിക് എഞ്ചിൻ ഘടിപ്പിച്ച് രാത്രി 8:40-നാണ് പുറപ്പെട്ടത്. ഇതിനിടെ യാത്രക്കാരെ ഇന്റർസിറ്റിയിൽ കയറ്റിവിടാനുള്ള ആലോചനയുണ്ടായെങ്കിലും ഇത് പ്രതിഷേധത്തിനിടയാക്കി. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന വന്ദേ ഭാരതാണ് ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടയുടൻ ബി ക്യാബിന് സമീപം നിർത്തിയത്. ബ്രേക്കിംഗ് കൺട്രോൾ യൂണിറ്റിലെ സാങ്കേതിക തകരാറായിരുന്നു കാരണം. ഷൊർണൂർ സ്റ്റേഷനിൽ നിന്ന് സാങ്കേതിക വിദഗ്ധരെത്തി ഏറെ നേരം പരിശ്രമിച്ചെങ്കിലും തകരാർ പരിഹരിക്കാനായില്ല. ഇതേ തുടർന്ന് ഇലക്ട്രിക് എഞ്ചിൻ ഘടിപ്പിച്ച് ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരികെ കൊണ്ടുവരികയായിരുന്നു. വൈകിട്ട് 7:40-ന് സ്റ്റേഷനിലെ 6-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ തിരിച്ചെത്തിച്ച ശേഷമാണ് കൃത്യമായ തകരാർ കണ്ടെത്തിയത്. ഇതിനിടെ യാത്രക്കാരെ ഇന്റർസിറ്റിയിൽ കയറ്റിവിടാൻ ആലോചനയുണ്ടായെങ്കിലും ഇത് പ്രതിഷേധത്തിന് ഇടയാക്കി. ഇലക്ട്രിക് എഞ്ചിൻ ഉപയോഗിച്ച് തന്നെയാണ് രാത്രി 8:40-ന് ട്രെയിൻ സ്റ്റേഷൻ വിട്ടത്. സാങ്കേതിക വിദഗ്ധർ ഉൾപ്പെടെ റെയിൽവേയുടെ വലിയ സംഘം ട്രെയിനിൽ കയറിയിരുന്നു. പതിവ് വേഗമില്ലാതെയാണ് ട്രെയിൻ യാത്ര തുടർന്നത്. വടക്കൻ ജില്ലകളിൽ നിന്ന് കൊച്ചി വിമാനത്താവളത്തിലേക്ക് പോകേണ്ടവർ ഉൾപ്പെടെ ട്രെയിനിലുണ്ടായിരുന്നു. വന്ദേ ഭാരത് കുടുങ്ങിയത് പിറകെ വന്ന മറ്റ് ചില ട്രെയിനുകളെയും ബാധിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് വിഭജനം അശാസ്ത്രീയവും രാഷ്ട്രീയ പക്ഷപാതിത്വപരമാണെന്നും ആരോപിച്ച് മുസ്ലിം ലീഗ് മണ്ണൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മുസ്ലിം ലീഗ് മണ്ഡലം ട്രഷററും പഞ്ചായത്ത് അംഗവുമായ VM അൻവർ സാദി ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ കണക്കുകൂട്ടലെങ്കിൽ ആ കണക്കുകൂട്ടൽ നിങ്ങളുടെ പുസ്തകത്താളുകളിൽ എഴുതി വയ്ക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങളിവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ഞങ്ങളുടെ അനുയായികളെ മാത്രം നോക്കിയല്ല ഞങ്ങളിവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. ഇവിടെയുള്ള പഞ്ചായത്ത് സെക്രട്ടറിയോട് പറയാനുള്ളത്, ഭരണക്കാർ ഇന്ന് വരും നാളെ മാറും, എല്ലാം കഴിയും. പഞ്ചായത്ത് പ്രസിഡന്റ് ചിലപ്പോൾ പറയും, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പറയും, ഭരണസമിതിയിലുള്ള അംഗങ്ങൾ പറയും. അത് കേട്ട് പഞ്ചായത്ത് സെക്രട്ടറിയും ഇവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരും അതിനനുസരിച്ച് തുള്ളുകയാണെങ്കിൽ ഭരണം 1.5 കൊല്ലം കഴിഞ്ഞു പോകും. ഉദ്യോഗസ്ഥന്മാര് സർവീസ് ഇനിയുമുണ്ട്.
അവർക്ക് പെൻഷൻ വാങ്ങി വീട്ടിലിരിക്കണം. അതുപോലെ തന്നെ കാലാകാലങ്ങളായി ഇവിടെ ചിലപ്പോൾ ഇടതുപക്ഷം തന്നെ ഭരിച്ചുകൊള്ളണമെന്നില്ല. ലീഗ് സെക്രട്ടറി KP മുനീർ അധ്യക്ഷത വഹിച്ചു. S ഷെഫീർ, സബിത, മുനീർ, പഞ്ചായത്ത് അംഗം റജുല, സുലൈമാൻ, PS ബഷീർ, OB ഫാസിൽ, അലിയാർ, ഷിയാസ്, KM മുസദ്ദിഖ്, യൂത്ത് ലീഗ് സെക്രട്ടറി സൈഫുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. വാർഡ് വിഭജനത്തിനെതിരെ ഡിലിമിറ്റേഷൻ കമ്മിറ്റിക്ക് മുസ്ലിം ലീഗ് പരാതി നൽകി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വടക്കഞ്ചേരി മച്ചാട് വനം റേഞ്ചുകളിൽ വൈദ്യുതി കെണി ഉപയോഗിച്ച് നടത്തുന്ന വന്യജീവി വേട്ടയ്ക്കെതിരെ പരിസ്ഥിതി സംഘടന ജനനി രംഗത്ത്. വൈദ്യുതി കെണിയിൽ കുടുങ്ങി കഴിഞ്ഞ ഏതാനും വർഷത്തിനിടെ ഈ മേഖലയിൽ 7 മനുഷ്യജീവനുകൾ പൊളിഞ്ഞിട്ടുണ്ടെന്നും സംഘടനാ ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. ഒരു വർഷം മുമ്പ് വാഴക്കോട് നടന്ന കാട്ടാനവേട്ടയും 2 മാസം മുമ്പ് വരവൂരിൽ സഹോദരങ്ങൾ മരിച്ചതും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വിരുപ്പാക്കയിൽ യുവാവ് ഷോക്കേറ്റ് മരിച്ചതുമായ സംഭവങ്ങൾ ഇതിന് ഉദാഹരണമായി ജനനി പ്രസിഡന്റ് V അനിരുദ്ധൻ ചൂണ്ടിക്കാട്ടി. ധാരാളം വന്യമൃഗങ്ങളുള്ളത്, ധാരാളം ആൾക്കാർ ഇതിനെ വേട്ടയാടുന്നുണ്ട്, വേട്ടയാടി പിടിക്കുന്നുണ്ട്. ഇതിനുള്ള സാഹചര്യം നമ്മൾ തന്നെ സൃഷ്ടിക്കുകയാണ്. അതിനെ എതിർക്കുന്നതിന് വേണ്ടിയോ ആ വേട്ടയാടലിനെ ഇല്ലായ്മ ചെയ്യുന്നതിനോ വേണ്ടി നമ്മുടെ സർക്കാരോ നമ്മളുടെ ഉദ്യോഗസ്ഥന്മാരോ യാതൊന്നും ചെയ്യുന്നില്ല. ഇവറ്റകൾ ആവശ്യമില്ലാതെ കൂടുതൽ എണ്ണം കൂടുമ്പോൾ അവയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി മുനിസിപ്പാലിറ്റിക്കും പഞ്ചായത്തിനും മറ്റും ധാരാളം അധികാരം കൊടുത്തിട്ടുണ്ട്. എന്നാൽ അവർ വേണ്ട വിധത്തിൽ ഉണർന്നു പ്രവർത്തിക്കുകയോ ഇതിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി നടപടികൾ എടുക്കുകയോ ചെയ്യാത്തതുകൊണ്ടാണ് ജനങ്ങൾ ഇതിനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയും ഇങ്ങനെ കൂടുതൽ വേട്ടയാടലിന് വേണ്ടിയും തുനിഞ്ഞിറങ്ങുന്നത്. അപ്പോൾ ഈ വസ്തുക്കളെ, ഈ പന്നികൾ മുതലായ ധാരാളം ശല്യം ഉണ്ടാകുന്ന വസ്തുക്കളെ, കാരണം കഴിഞ്ഞ ദിവസം ഇവിടെ വരവൂർ 2 സഹോദരങ്ങൾ മരിക്കുകയുണ്ടായി. ഇവിടെ ചേലക്കര ഒരു പന്നി ഇടിച്ചിട്ട് ഒരു യാത്രികൻ മരിക്കുകയുണ്ടായി. ഇവിടെ വേലിയിൽ കറണ്ട് വന്നിട്ട് നാശമുണ്ടായിട്ടുണ്ട്, പന്നികൾ നാശമുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്, നിയന്ത്രിച്ചേ പറ്റൂ. അതിനുവേണ്ടി നമ്മളുടെ മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത് മുതലായ ഉദ്യോഗസ്ഥന്മാരും വേണ്ടുന്ന രീതിയിൽ ഇടപെടുകയും പരിസരവാസികൾക്ക് വേണ്ടുന്നതായ ബോധവൽക്കരണം കൊടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയും അവരോട് ഇടപെടാത്തതിന്നത് എന്നത് കൊടുത്ത് ഈ വന്യജീവികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ പൊതുജനങ്ങൾക്ക് ശല്യമില്ലാത്ത രീതിയിൽ ഇതിനെ നിയന്ത്രിക്കുന്ന നടപടികൾ എടുക്കണമെന്ന് ഞങ്ങളുടെ സംഘടന ബന്ധപ്പെട്ടവരോട് ശക്തമായി ആവശ്യപ്പെടുന്നു. വൈദ്യുതി ലൈനിൽ നിന്ന് നേരിട്ടും മോട്ടോർ പുരയിൽ നിന്നുള്ള കണക്ഷൻ വഴിയുമാണ് പാടശേഖരങ്ങളുടെ വരമ്പത്ത് വൈദ്യുതി കെണി ഒരുക്കുന്നത്. കാട്ടുപന്നികളെ മാത്രമല്ല മാൻ, മ്ലാവ് എന്നിവയെയും ഇറച്ചിക്കായി ഈ മേഖലയിൽ വേട്ടയാടുന്നുണ്ടെന്നും ജനനി ആരോപിക്കുന്നു. നാട്ടിലിറങ്ങി നാശം വിതയ്ക്കുന്ന കാട്ടുപന്നികളുടെ എണ്ണം നിയന്ത്രിക്കാനുള്ള പഞ്ചായത്തുകളുടെയും നഗരസഭകളുടെയും അധികാരം ഉപയോഗിക്കാതിരിക്കുന്നതാണ് അനധികൃത വേട്ട വ്യാപകമാകാൻ പ്രധാന കാരണമെന്നും ആരോപണമുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വയോജന കമ്മീഷൻ രൂപീകരണ ഓർഡിനൻസ് പുറപ്പെടുവിച്ച സംസ്ഥാന സർക്കാരിന് അഭിവാദ്യവുമായി സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ഷൊർണൂർ മേഖലാ കമ്മിറ്റി ബുധനാഴ്ച വൈകിട്ട് ടൗണിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. ഇന്ത്യയിൽ ആദ്യമായി മുതിർന്ന പൗരന്മാരുടെ ക്ഷേമം ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ രൂപീകരിക്കാനുള്ള ഓർഡിനൻസ് പുറപ്പെടുവിച്ച കേരള സർക്കാരിന് അഭിവാദ്യമറിയിച്ചാണ് സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ഷൊർണൂർ മേഖലാ കമ്മിറ്റി ഷൊർണൂർ ടൗണിൽ പ്രകടനവും പൊതുയോഗവും നടത്തിയത്. മേഖലാ സെക്രട്ടറി K. ചന്ദ്രൻ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരമാണ് പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചത്. ജോയിന്റ് സെക്രട്ടറി KR മോഹൻദാസ് സ്വാഗതം പറഞ്ഞു. മേഖലാ പ്രസിഡന്റ് MK രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വനിതാ കമ്മിറ്റി അംഗം കുമാരി സതീന്ദ്രൻ, മേഖലാ വൈസ് പ്രസിഡന്റ് N. മുണ്ടൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പാലക്കാട് ജില്ലാ വിദ്യാരംഗം സർഗോത്സവത്തിന് വാടാനംകുശി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. 2 ദിവസങ്ങളിലായി നടക്കുന്ന സർഗോത്സവത്തിന്റെ ഉദ്ഘാടനം പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ നിർവഹിച്ചു. നമുക്ക് അറിയാം, കുട്ടികൾക്ക് ഒരുപാട് കഴിവുകളുള്ള കുട്ടികൾ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നവരൊക്കെ. നമുക്കറിയാം, നമുക്കൊരു തുടക്കത്തിൽ തന്നെ ഒരു സംഗീതം, പുല്ലാങ്കുഴ സംഗീതം കേട്ടു. നമ്മളൊക്കെ എത്ര മനോഹരമായിട്ടാണ് ആ കുട്ടി അത് വായിച്ചത്. അതൊക്കെ ഒരു കഴിവ് തന്നെയാണ്. അത്തരത്തിലുള്ള ഒരുപാട് വ്യത്യസ്തമായ കഴിവുകൾ, ഓരോ കുട്ടിക്കും ഓരോ തരത്തിലുള്ള കഴിവുകളാണ് ഈശ്വരൻ കഴിഞ്ഞ അനുഗ്രഹിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തരുടെയും കഴിവുകളൊക്കെ എടുത്തു കാണിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള സർഗോത്സവങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നത്. നമുക്ക് പാഠപുസ്തകങ്ങളിൽ
കവിതകളും കഥകളൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഇത്തരത്തിലുള്ള സർഗോത്സവത്തിൽ കൂടിയാണ് കുട്ടികളിലുള്ള കലാവാസനയെ പുറത്തെടുക്കുന്നതും. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി രജീഷ് അധ്യക്ഷനായി. വിദ്യാരംഗം ജില്ലാ കോർഡിനേറ്റർ കെ മണികണ്ഠൻ, മറ്റു ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. 12 ഉപജില്ലകളിൽ നിന്നായി 370ഓളം വിദ്യാർത്ഥികളാണ് മത്സരിക്കുന്നത്. കവിതാരചന, കഥാരചന, ചിത്രരചന തുടങ്ങി 7ഓളം ഇനങ്ങളിലാണ് മത്സരം നടക്കുന്നത്. പാലക്കാട് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ SCSPയുടെ ഭാഗമായി കോങ്ങാട് കൃഷിഭവന്റെ കീഴിൽ രൂപീകരിച്ച തൈ ഉൽപാദന നഴ്സറി യൂണിറ്റിന്റെ ഉദ്ഘാടനം നടന്നു. കോങ്ങാട് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ വാർഡ് മെമ്പർ വസന്തകുമാരി അധ്യക്ഷയായി. പാലക്കാട് KVK പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ സുമിയ പദ്ധതി വിശദീകരിച്ചു. കോങ്ങാട് കൃഷിഭവൻ സീനിയർ കൃഷി അസിസ്റ്റന്റ് പ്രസാദ്, കൃഷി അസിസ്റ്റന്റ് മിനി എന്നിവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. SCSP പദ്ധതിയിൽ ദീർഘകാല വിളകളായ മുരിങ്ങ, ചീര, പപ്പായ എന്നിവയുടെ തൈകൾ ബയോഫോർട്ടിഫൈഡ് മധുരക്കിഴങ്ങിനങ്ങളായ ഭൂകൃഷ്ണ, ഭൂസോന, അരുൺ എന്നിവയുടെ വള്ളികളും ഹരിത കൃഷിക്കൂട്ടത്തിന് നൽകി. തൊഴിൽ സേന സെക്രട്ടറി പ്രസന്ന സ്വാഗതവും KVK പാലക്കാട് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രശ്മി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. 5 ദിവസം നീണ്ടു നിൽക്കുന്ന നിറച്ചാർത്ത് നീ ഫെസ്റ്റിന്റെ 9ാം പതിപ്പിന് വടക്കാഞ്ചേരി എങ്കക്കാട് നിദർശനയിൽ തുടക്കമായി. ഇന്ത്യയിലെ വിവിധ ഇടങ്ങളിൽ നിന്നെത്തിയ 20ഓളം ചിത്രകാരന്മാർ നിറങ്ങളുടെ ഉത്സവമായ നീ ഫെസ്റ്റ് കലാക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട്. ചിത്രകാരനായ ദേവു നെന്മാറ, ഷജിത ആർ ശങ്കർ, ഗോപികൃഷ്ണ, പ്രശാന്ത സാഹു എന്നിവർക്കൊപ്പം ചേർന്ന് ക്യാമ്പ് കൂറേറ്ററായ സുജിത് N സമൂഹത്ത് ഭദ്രദീപം തെളിയിച്ചു. നിഫെസ്റ്റ് ഓരോ കലാകാരൻ്റെയും ധാർമ്മിക ഉത്തരവാദിത്തമാണെന്നും ഇന്ത്യയിലെവിടെയും ഇത്തരമൊരു മാതൃക കാണാൻ കഴിയില്ലെന്നും ക്യൂറേറ്റർ സുജിത് അഭിപ്രായപ്പെട്ടു. എങ്കക്കാട്ടെ നിദർശനയിലും പരിസരങ്ങളിലുമായാണ് കലാസൃഷ്ടികൾ നടക്കുന്നത്. കലാസമിതി അങ്കണത്തിൽ ഗ്രാമീണ കലോത്സവവും നടക്കും. കാലദോഷം തീർന്നു പോയോ താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ ഞമ്മക്ക് കൂട്ടാൻ വെക്കാൻ ചെല്ലി കൊണ്ടേ പറ്റാളാ എന്ത് മീനാറപ്പത് ഞങ്ങണ്ടല്ല. ഒടുവിൽ കുഞ്ഞികൃഷ്ണമേനോൻ സ്മാരക വായനശാലയിൽ നിറച്ചാർത്ത അംഗമായ സജിത് CNന്റെ ചിത്രപ്രദർശനം, ക്യാമ്പിലെ കുട്ടികളുടെ കലാപ്രദർശനം എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ബുധനാഴ്ച വൈകിട്ട് 7 മണിക്ക് ഗ്രാമീണ കലോത്സവത്തിൽ ലിറ്റിൽ എർത്ത് തിയേറ്റർ കേരള അവതരിപ്പിച്ച ബഷീറിന്റെ മുച്ചീട്ടു കളിക്കാരൻ്റെ മകൾ നാടകാവിഷ്കാരം ക്ലാവർ റാണി അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കൊപ്പം ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം ഡിസംബർ 6 വെള്ളിയാഴ്ച വൈദ്യുത വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടി നിർവഹിക്കും. ഉദ്ഘാടനത്തിന് മുന്നോടിയായി മുഹമ്മദ് മുഹസിൻ MLA സ്ഥലം സന്ദർശിച്ച ഒരുക്കങ്ങൾ വിലയിരുത്തി. കൊപ്പം കൊഴിഞ്ഞിപ്പറമ്പ് പ്രദേശത്ത് 110 kV സബ്സ്റ്റേഷനോട് ചേർന്ന് KCBയുടെ സ്വന്തം സ്ഥലത്താണ് പുതിയ ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസ് നിർമ്മിച്ചിരിക്കുന്നത്. രൂപീകരിച്ച കാലം മുതൽ വിവിധ വാടക കെട്ടിടങ്ങളിൽ പ്രവർത്തിച്ചു വന്നിരുന്ന കൊപ്പം ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസ് കൂടുതൽ സൗകര്യങ്ങളോടെയാണ് പുതുതായി നിർമ്മിച്ച KCBയുടെ സ്വന്തം കെട്ടിടത്തിലേക്ക് മാറുന്നത്. കൊപ്പം കൊഴിഞ്ഞിപ്പറമ്പ് പ്രദേശത്ത് 110 kV സബ്സ്റ്റേഷനോട് ചേർന്ന് KCBയുടെ സ്വന്തം സ്ഥലത്ത് നിർമ്മിച്ച പുതിയ ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം ഡിസംബർ 6 വെള്ളിയാഴ്ച മന്ത്രി K കൃഷ്ണൻകുട്ടി നിർവഹിക്കും. ചടങ്ങിൽ VK ശ്രീകണ്ഠൻ MP മുഖ്യ അതിഥിയാവും. മുഹമ്മദ് മുഹസിൻ MLA അധ്യക്ഷത വഹിക്കും. ജില്ലാ കളക്ടർ ഡോക്ടർ ചിത്ര IAS, KCB മാനേജിംഗ് ഡയറക്ടർ ബിജു പ്രഭാകർ IAS തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിക്കും. ഉദ്ഘാടനത്തിന് മുന്നോടിയായി മുഹമ്മദ് മുഹസിൻ MLA സ്ഥലം സന്ദർശിച്ച് ഒരുക്കങ്ങൾ വിലയിരുത്തി. ആളുകൾക്ക് വന്ന് ഇലക്ട്രിസിറ്റിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരിട്ട് കാണാനും കൂടുതൽ അതുപോലെ തന്നെ ക്യാഷ് അടക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ സൗകര്യപ്രദമായ രീതിയിൽ ഉള്ള ഒരു ഓഫീസാണ്. അപ്പോൾ അത്യാവശ്യം ആളുകൾ ക്യാഷ് അടക്കാനും ഓൺലൈനായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേ സെഷൻ ഓഫീസിലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ നടക്കും. ക്യാഷ് അടക്കേണ്ടവർക്ക് അത് അടക്കാനുള്ള സൗകര്യം ഉണ്ടാവും. MLAക്കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KG പോറ്റി, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KT സുരേഷ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ ജയേഷ് തുടങ്ങിയവരുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. സംസ്ഥാന വ്യവസായ വകുപ്പിന്റെ സ്പെക്ട്രം 2024 തൊഴിൽമേള ഡിസംബർ 6 മലമ്പുഴ ITIയിൽ നടക്കും. സാങ്കേതിക പരിജ്ഞാന സർട്ടിഫിക്കറ്റ് ലഭിച്ചവർക്കും മുൻ പരിചയമുള്ളവർക്കും തൊഴിൽമേളയിൽ പങ്കെടുക്കാൻ കഴിയുമെന്ന് മലമ്പുഴ ITI പ്രിൻസിപ്പൽ EK മുഹമ്മദ് അഷ്റഫ് പാലക്കാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള 50ലധികം കമ്പനികൾ തൊഴിൽ നൽകുന്നതിനായി രംഗത്ത് വന്നിട്ടുണ്ട്.
1500-ലധികം ഒഴിവുകളിലേക്കാണ് ഉദ്യോഗാർത്ഥികളെ തേടുന്നത്. സാങ്കേതിക പരിജ്ഞാനമുള്ളവർക്കും മുൻപരിചയമുള്ളവർക്കും തൊഴിൽ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് തൊഴിൽമേള സംഘടിപ്പിക്കുന്നതെന്ന് മലമ്പുഴ ITI പ്രിൻസിപ്പാൾ മുഹമ്മദ് അഷ്റഫ് പറഞ്ഞു. ജില്ലയിലെ സർക്കാർ, സ്വകാര്യ, പട്ടികജാതി വകുപ്പിന് കീഴിലെ വിദ്യാർത്ഥികൾക്ക് തൊഴിൽമേളയിൽ പങ്കെടുക്കാനാകും. DWMS പോർട്ടലിലൂടെയാണ് രജിസ്ട്രേഷൻ നടത്തേണ്ടതെന്നും മുഹമ്മദ് അഷ്റഫ് അറിയിച്ചു. വ്യാവസായിക പരിശീലന വകുപ്പ് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും 2017 മുതൽ സ്പെക്ട്രം തൊഴിൽ മേളകൾ സംഘടിപ്പിച്ചു വരുന്നു. ITIകളിൽ നിന്നും പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്ക് അനുയോജ്യമായ തൊഴിലിടങ്ങളെ പരിചയപ്പെടുത്തുക, വ്യവസായ സ്ഥാപനങ്ങൾക്ക് സാങ്കേതിക പരിജ്ഞാനം നേടിയ വിദഗ്ധ തൊഴിലാളികളെ ലഭ്യമാക്കുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് വ്യാവസായിക പരിശീലന വകുപ്പ് സ്പെക്ട്രം ജോബ് ഫെയറുകൾ സംഘടിപ്പിക്കുന്നത്. പൂർണ്ണമായും സംസ്ഥാന സർക്കാരിന്റെ ചെലവിൽ നടത്തപ്പെടുന്ന ഈ തൊഴിൽ മേളയിൽ ഉദ്യോഗാർത്ഥികൾക്കോ സ്ഥാപനങ്ങൾക്കോ യാതൊരുവിധ സാമ്പത്തിക ബാധ്യതകളും ഉണ്ടാക്കുന്നില്ല. പാലക്കാട് ജില്ലയിൽ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന 9 സർക്കാർ ITIകൾക്ക് പുറമെ പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന 3 സ്വകാര്യ മേഖലയിൽ 17 സ്ഥാപനങ്ങളാണുള്ളത്. നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അഥവാ NTC, സ്റ്റേറ്റ് ട്രേഡ് സർട്ടിഫിക്കറ്റ് അഥവാ STC, നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് NSC എന്നിവ കരസ്ഥമാക്കിയ പുതിയ ഉദ്യോഗാർത്ഥികൾക്ക് പുറമെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഈ തൊഴിൽ മേള പ്രയോജനപ്പെടുത്താവുന്നതാണ്. സ്പെക്ട്രം 2024 മേളയുടെ ഉദ്ഘാടനം വി ജനാർദ്ദനൻ, TV ശ്രീജിത്ത്, TP ബിജേഷ് ബാബു എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പട്ടാമ്പിയിൽ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ സ്വകാര്യ ബസ്സിലിടിച്ച് അപകടം, വിദ്യാർത്ഥിനിക്ക് പരിക്ക്. അപകടമുണ്ടായത് പട്ടാമ്പി പോലീസ് സ്റ്റേഷന് സമീപം ഇന്നു രാവിലെ. വന്ദേ ഭാരത് ഷൊർണൂരിൽ കുടുങ്ങിയത് ബ്രേക്കിംഗ് കൺട്രോൾ യൂണിറ്റിലെ സാങ്കേതിക തകരാറ് മൂലം. 3 മണിക്കൂറോളം ഷൊർണൂരിൽ കുടുങ്ങിയ എക്സ്പ്രസ് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്ര പുനരാരംഭിച്ചത് രാത്രി 8:40-ന്. യാത്രക്കാരെ ഇന്റർസിറ്റിയിൽ കയറ്റിവിടാൻ ആലോചനയുണ്ടായത് പ്രതിഷേധത്തിനിടയാക്കി. വടക്കാഞ്ചേരി മച്ചാട് വനം റേഞ്ചുകളിൽ വൈദ്യുതിക്കണി ഉപയോഗിച്ച് നടത്തുന്ന വന്യജീവി വേട്ടയ്ക്കെതിരെ പരിസ്ഥിതി സംഘടന ജനനി. വൈദ്യുതിക്കണിയിൽ കുടുങ്ങി ഈ മേഖലയിൽ കഴിഞ്ഞ ഏതാനും വർഷത്തിനിടെ പൊലിഞ്ഞത് 7 മനുഷ്യജീവനുകൾ. കാട്ടുപന്നികളെ മാത്രമല്ല മറ്റ് വന്യമൃഗങ്ങളെയും ഇറച്ചിക്കായി ഈ മേഖലയിൽ വേട്ടയാടുന്നുണ്ടെന്നും ജനനി ഭാരവാഹികൾ. വയോജന കമ്മീഷൻ രൂപീകരണ ഓർഡിനൻസ് പുറപ്പെടുവിച്ച സംസ്ഥാന സർക്കാരിന് അഭിവാദ്യവുമായി സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട് വെൽഫെയർ അസോസിയേഷൻ. മുതിർന്ന പൗരന്മാരുടെ ക്ഷേമം ഉറപ്പാക്കാനുള്ള ഇത്തരമൊരു നടപടി രാജ്യത്താദ്യമെന്ന് ഭാരവാഹികൾ. ഷൊർണൂരിൽ ഉൾപ്പെടെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രകടനവും പൊതുയോഗവും. പാലക്കാട് ജില്ലാ വിദ്യാരംഗം സർഗോത്സവത്തിന് വാടാനംകുറിശി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കം. സർഗോത്സവത്തിൽ പങ്കെടുക്കുന്നത് 12 ഉപജില്ലകളിൽ നിന്നായി 370ഓളം വിദ്യാർത്ഥികൾ. സമാപനം നാളെ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.